ഹായ് ഡിയർ സ്റ്റുഡൻസ്. ഇപ്പം നമ്മൾ കമ്പനി മീറ്റിങ്ങിൻ്റെ പാർട്ട് 3 നമ്മൾ ലാസ്റ്റ് ഫോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കമ്പനിയുടെ ആനുവൽ ജനറൽ മീറ്റിംഗ് എന്തായിരുന്നു അതിനെ പറ്റിയിട്ടുള്ളായിരുന്നു. അപ്പോൾ അതിൻ്റെ പീരീഡാണ് നമ്മൾ ലാസ്റ്റ്, അതായത് ടൈം പീരീഡ്, ആനുവൽ ജനറൽ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാനുള്ള ടൈം പീരീഡായിരുന്നു നമ്മൾ ലാസ്റ്റ് ഫോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ദെൻ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോട്ടീസ് ഓഫ് മീറ്റിംഗ് ആണ്. അതായത് ഒരു കമ്പനി അതിൻ്റെ ആനുവൽ ജനറൽ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ വിത്തിൻ 21 ഡേയ്സിനുള്ളിൽ എന്താണ് കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്താണ് എല്ലാ മെമ്പേഴ്സിനും ആ ഒരു ആനുവൽ ജനറൽ മീറ്റിംഗ് കണ്ടെയ്ൻ ചെയ്യുന്നൊരു നോട്ടീസ് എന്താണ് പാസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നോട്ടീസ് പാസ് ചെയ്യാൻ ഈവൻ വേണമെങ്കിൽ റിട്ടൺ ആയിട്ടുള്ള, അതായത് റിട്ടൺ ഫോർമാറ്റിൽ ത്രൂ എന്താണ് ഇലക്ട്രോണിക് മീൻസ് വഴി അല്ലെങ്കിൽ ഇലക്ട്രോണിക് മോഡ് വഴി എന്താണ് നമുക്ക് ലെറ്റേഴ്സ് എന്താണ് മെമ്പേഴ്സിന് ഷെയർ ചെയ്യാവുന്നതാണ്, എസ്പെഷ്യലി ത്രൂ ഇൻ ഇമെയിൽസ്. അതുപോലെ തന്നെ എന്താണ് കമ്പനിയുടെ ആനുവൽ ജനറൽ മീറ്റിങ്ങിൻ്റെ നോട്ടീസ് കമ്പനിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും എന്താണ് പബ്ലിഷ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇഫ് ഇറ്റ് ഈസ് പ്രിഫറബിൾ ബൈ ദ സെൻട്രൽ ഗവൺമെൻറ്. അതായത് ഇപ്പോൾ ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ആനുവൽ ജനറൽ മീറ്റിംഗ് ആണ് കണ്ടക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഗവൺമെൻറ്റിൻ്റെ ആ ഒരു റിക്വയർമെൻറ്റ് പ്രകാരം ആ ഒരു മീറ്റിങ്ങിൻ്റെ നോട്ടീസ് എന്താണ് അതിൻ്റെ വെബ്സൈറ്റിൽ നമ്മൾ അറ്റാച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് കമ്പനിയുടെ മീറ്റിങ്ങിൻ്റെ നോട്ടീസിൽ ആ മീറ്റിങ്ങിൻ്റെ പ്ലേസ്, ഡേറ്റ്, അതുപോലെ തന്നെ എത്ര അവേഴ്സാണ് ആ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാനായിട്ട് പോകുന്നത്, അതുപോലെ തന്നെ തുടങ്ങിയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് ആ ഒരു മീറ്റിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് തുടങ്ങിയിട്ടുള്ള ഈച്ച് ആൻഡ് എവറി എലമെൻറ്റ് എന്താണ് ആ നോട്ടീസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ എന്താണ് കമ്പനിയുടെ ആനുവൽ ജനറൽ മീറ്റിങ്ങിൻ്റെ നോട്ടീസ് നമ്മൾ കമ്പനിയിലുള്ള എല്ലാ മെമ്പേഴ്സിനും നമ്മൾ ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ കമ്പനിയുടെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്, അതുപോലെ തന്നെ എന്താണ് എനി ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് എനി ഡിസീസ്ഡ് മെമ്പർ ഓർ ദ അസൈനി ഓഫ് ആൻ ഇൻസോൾവൻറ്റ് മെമ്പർ. അതായത് ഡിസീസ്ഡ് മെമ്പേഴ്സ് മീൻസ് ദാറ്റ് ഏതെങ്കിലും ഒരു മെമ്പർ അതായത് സർവീസിലിരിക്കുന്ന ഒരു മെമ്പർ എന്താണ് ഡെത്ത് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ ലീഗൽ ഹയറേഴ്സ് അല്ലെങ്കിൽ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ടായിരിക്കും. ഈവൻ ഒരു ഇൻസോൾവൻറ്റ് മെമ്പർ ആണെന്നുണ്ടെങ്കിൽ എന്താണ് അയാൾ അസൈൻ ചെയ്യുന്ന അസൈനീസ് ഉണ്ടായിരിക്കും. അവർക്കും എന്താണ് നമ്മൾ ഈ നോട്ടീസ് ഷെയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ കമ്പനിയുടെ ഓഡിറ്റേഴ്സിന്, അതുപോലെ തന്നെ എവറി ഡയറക്ടേഴ്സ് ഓഫ് ദ കമ്പനി. എനി ആക്സിഡൻ്റൽ ഒമിഷൻ ടു ഗിവ് നോട്ടീസ് ടു ഓർ ദ നോൺ റെസിപ്റ്റ് ഓഫ് സച്ച് നോട്ടീസ് ബൈ എനി മെമ്പർ ഓർ അതർ പേഴ്സൺ ഹൂ ഈസ് എൻറ്റൈറ്റിൽ ടു സച്ച് നോട്ടീസ് ഫോർ എനി മീറ്റിംഗ് ഷാൾ നോട്ട് ഇൻവാലിഡേറ്റ് ദ പ്രൊസീഡിങ്സ് ഓഫ് ദ മീറ്റിംഗ്. ദെൻ ഫൈനലിൽ ഈവൻ നമ്മൾ ആക്സിഡൻ്റലി, അതായത് ഇൻറ്റൻഷനോട് കൂടിയല്ല, വിത്തൗട്ട് ഇൻറ്റൻഷൻ ബൈ ചാൻസ് ഏതെങ്കിലും ഒരു മെമ്പേഴ്സിന് നമ്മൾ എന്താണ് നോട്ടീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഒമിറ്റ് ചെയ്തു പോവുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈവൻ നമ്മൾ നോട്ടീസ് ഷെയർ ചെയ്തിട്ടും ഏതെങ്കിലും മെമ്പേഴ്സിന് അത് ഓൺ ടൈമിൽ അവർക്കത് റിസീവ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ പോലും കമ്പനിയുടെ മീറ്റിങ്ങിന് അതെന്താണ് വയലേറ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ കമ്പനിക്ക് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നതിൽ അത് യാതൊരു തരത്തിലുള്ള ഒബ്സ്റ്റക്കിൾസ് ക്രിയേറ്റ് ചെയ്യില്ല. ദെൻ നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ടു ബി അനക്സഡ് ടു നോട്ടീസ്. കമ്പനീസ് ആക്ടിൽ സെക്ഷൻ 102 സ്റ്റേറ്റ്മെൻറ്റ് ടു ബി അനക്സ്ഡ് ടു നോട്ടീസ് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ടു ബി അനക്സ്ഡ് ടു നോട്ടീസ് മീൻസ് ദാറ്റ് ദ അഡീഷണൽ റിക്വയർമെൻറ്റ്സ്, അഡീഷണൽ ഡോക്യുമെൻറ്റ്സ് വിച്ച് ആർ റിക്വയർഡ് ടു അറ്റാച്ച്ഡ് അലോങ് വിത്ത് ദ നോട്ടീസ്. അതായത് നോട്ടീസിൻ്റെ കൂടെ നമ്മൾ അഡീഷണൽ ആയിട്ട് അറ്റാച്ച് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ മാറ്റേഴ്സിനെയാണ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ടു ബി അനക്സ്ഡ് ടു നോട്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പ്രകാരം the nature of concern or interest, financial or otherwise, if any, respect of each item of every director, the manager, if any, every other key managerial personnel and the relatives of these persons. അതായത് ഒരു കമ്പനിയുടെ മാനേജേഴ്സിനോ ഡയറക്ടേഴ്സിനോ അല്ലെങ്കിൽ എന്താണ് കീ മാനേജീരിയൽ പേഴ്സൺസിനോ അല്ലെങ്കിൽ അതർ മാനേജ്മെൻറ്റ് പേഴ്സൺസിനോ അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സിനോ കമ്പനിയിലുള്ള ഫിനാൻഷ്യൽ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ എന്താണ് മറ്റ് പേഴ്സണൽ ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ മറ്റ് പേഴ്സണൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഫെസിലിറ്റി അവർ എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണ് കമ്പനിയുടെ നോട്ടീസിൽ നമ്മളൊരു അനക്സ്ചർ മീൻസ് ദാറ്റ് അഡീഷണൽ ആയിട്ടൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്യണം. അതുപോലെ എനി അതർ ഇൻഫർമേഷൻ ആൻഡ് ഫാക്ട് ദാറ്റ് മേ എനാബിൾ ദ മെമ്പേഴ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ മീനിങ്, സ്കോപ്പ്, ഇംപ്ലിക്കേഷൻസ് ഓഫ് ദ ഐറ്റംസ് ഓഫ് ബിസിനസ് ആൻഡ് ടു ടേക്ക് ഡിസിഷൻ ദർ ഓൺ. അതായത് ഒരു ബിസിനസ്സിൻ്റെ ഫ്യൂച്ചർ പ്രോഗ്രസ്സിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ളൊരു ഡിസിഷൻസ് എടുക്കാൻ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അറ്റ് പ്രസൻറ്റ് ആ ഒരു മീറ്റിങ്ങിൻ്റെ സ്കോപ്പ് അല്ലെങ്കിൽ ആ ഒരു മീറ്റിംഗ് വഴി എന്താണ് ആ ഒരു കമ്പനിക്ക് ഉണ്ടാകുന്ന ബെനിഫിറ്റ് അല്ലെങ്കിൽ കമ്പനിയുടെ ഇൻറ്റൻഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് എന്താണ് വേണമെങ്കിൽ നമുക്ക് ആ നോട്ടീസിൽ അറ്റാച്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ where any special business in the meeting of a company affects or relates to any
any other company, then shareholding of promoters, directors, manager and key managerial personnel shall be stated in the said statement if that shareholding is 2% or more. അതായത് മൂന്നാമത്തെ കേസിൽ, അതായത് നമ്മൾ നോട്ടീസിൻ്റെ കൂടെ അനക്സ്ചർ ചെയ്യുന്ന മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ, കമ്പനി എന്താണ് മറ്റ് ഔട്ട്സൈഡ് ആയിട്ടുള്ള മറ്റ് കമ്പനീസുമായിട്ട് കമ്പനിക്ക് എന്തെങ്കിലും ലീഗലായിട്ടുള്ള മറ്റു കോൺട്രാക്റ്റോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ സ്പെഷ്യൽ ബിസിനസ് എന്ന് പറഞ്ഞാൽ കമ്പനിക്ക് ഔട്ട്സൈഡായിട്ട് കമ്പനി, അതായത് അറ്റ് പ്രസൻറ്റ് ബിസിനസ്സിൽ നിന്നും ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് മറ്റെന്തെങ്കിലും ആക്ടിവിറ്റീസ് ബിസിനസ് അണ്ടർടേക്കും ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ മാറ്റേഴ്സ്, അല്ലെങ്കിൽ എന്താണ് കമ്പനിയിലെ പ്രൊമോട്ടേഴ്സ്, ഡയറക്ടേഴ്സ്, മാനേജേഴ്സ്, അതുപോലെ കീ മാനേജറിയൽ പേഴ്സൺസ് അവർക്ക് കമ്പനിയിലുള്ള ഷെയർ ഹോൾഡിംഗ് എത്രയാണ്. അതായത് ഈവൻ കമ്പനിയിൽ എന്താണ് ഷെയർ ഹോൾഡേഴ്സ്, കമ്പനിയിലെ മെമ്പേഴ്സ്, ഡയറക്ടേഴ്സ്, പ്രൊമോട്ടേഴ്സൊക്കെ കമ്പനിയിലെ ഷെയർസിൻ്റെ മോർ ദാൻ 2% ഷെയർസ് അവർ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് എന്താണ് നമ്മൾ മീറ്റിങ്ങിൻ്റെ നോട്ടീസിൽ നമ്മൾ എന്താണ് അറ്റാച്ച് ചെയ്യണം. അതായത് നമ്മളങ്ങനെ അറ്റാച്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മീറ്റിംഗ്, അതായത് ഒരു ത്രൂ മീറ്റിംഗ് നമ്മൾ ആ ഒരു നോട്ടീസിൽ എന്താണ് ലീഗലായിട്ട് എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് നമ്മൾ അറ്റാച്ച് ചെയ്യേണ്ടത്. അതായത് ആ ഒരു മീറ്റിംഗ് നമ്മൾ എന്താണ് ആനുവലി കണ്ടക്ട് ചെയ്യുന്നതാണ്. സോ ആ ഒരു കമ്പനിയുടെ ആനുവൽ ആയിട്ടുള്ള ആ ഒരു ഡിസ്കഷനിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുന്നായിട്ട് എന്താണ് എല്ലാ മെമ്പേഴ്സിനും അറ്റ് പ്രസൻറ്റ് ആ ഒരു കമ്പനിയുടെ സ്റ്റാറ്റസ് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ നോട്ടീസിൽ എന്താണ് ഈ മെറ്റീരിയൽ ഫാക്ട്സൊക്കെ നമ്മൾ കണ്ടെയ്ൻ ചെയ്യണം. Then fourth one, where any item of business refers to any document which is to be considered at the meeting, the time and place where such a document can be inspected shall also be specified in the statement. ഇപ്പോൾ കമ്പനി മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ പോകുമ്പോൾ അതിൻ്റെ മെമ്പേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഏതെങ്കിലും പേഴ്സൺസ് ഒരു പെർട്ടിക്കുലർ ഡോക്യുമെൻ്റ് അവരെന്താണ് മീറ്റിംഗ് ടൈമിൽ മീറ്റിംഗ് പ്ലേസിലേക്ക് അവർ കൊണ്ടുവരേണ്ടതായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ എന്താണ് നോട്ടീസിൽ അറ്റാച്ച് ചെയ്യണം. അതായത് ചില സ്പെസിഫൈഡ് ബിസിനസ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മെമ്പേഴ്സിന് അല്ലെങ്കിൽ കീ മാനേജീരിയൽ പേഴ്സൺസിനൊക്കെ മീറ്റിങ്ങിൽ പങ്കെടുക്കുമ്പോൾ ബേസിക് ആയിട്ടുള്ള ചില ഡോക്യുമെൻറ്റ്സ് കമ്പനി റിലേറ്റഡ് ആയിട്ട് അവർക്കും കമ്പനിക്കും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ് മെൻഷൻ ചെയ്യുന്ന ചില ഡോക്യുമെൻറ്റ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും എന്താണ് നമ്മൾ ആ ഒരു നോട്ടീസിൽ അറ്റാച്ച് ചെയ്യേണ്ടതാണ്. Then special business in annual general meeting means all business other than the consideration of financial statement and the reports of the board of directors and the auditors, the declaration of any dividend, the appointment of directors in place of those retiring, the appointment of and fixing of remuneration of the auditors. അതായത് നമ്മളിപ്പോൾ പറഞ്ഞു സ്പെഷ്യൽ ബിസിനസ് ഡീറ്റെയിൽസ് എന്താണ് നമ്മൾ മീറ്റിങ്ങിൻ്റെ അനക്സ്ചറായിട്ട് നമ്മൾ എന്താണ് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ ഈ സ്പെഷ്യൽ ബിസിനസ് എന്ന് പറയുന്നത് കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അല്ലാത്ത മറ്റ് ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും. അതായത് ഏതൊക്കെയാണ് കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ റിപ്പോർട്ട്, ഓഡിറ്റേഴ്സിൻ്റെ റിപ്പോർട്ട്, അതുപോലെ കമ്പനി അതിൻ്റെ ഡിവിഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ്, ഡിവിഡൻറ്റ് ഡിക്ലറേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ്, അതുപോലെ കമ്പനീസിൽ അപ്പോയിൻറ്റ് ചെയ്ത ഡയറക്ടേഴ്സിൻ്റെ ഡീറ്റെയിൽസ്, അതുപോലെ ഏതൊക്കെ മെമ്പേഴ്സാണ് കമ്പനിയിൽ നിന്ന് റിട്ടയർ ആയി കഴിഞ്ഞിട്ടുള്ളത്, അതുപോലെ നമ്മളുടെ കമ്പനീസിൻ്റെ മെമ്പേഴ്സിൻ്റെ അപ്പോയിൻമെൻറ്റ് അല്ലെങ്കിൽ എംപ്ലോയീസിൻ്റെ അപ്പോയിൻമെൻറ്റ്, അവർക്ക് ഫിക്സ് ചെയ്യുന്ന റെമ്യൂണറേഷൻ തുടങ്ങിയിട്ട് അഡീഷണൽ ആയിട്ട് വരുന്ന ഇൻഫർമേഷനെയാണ് നമ്മൾ സ്പെഷ്യൽ ബിസിനസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള എല്ലാ ഇൻഫർമേഷൻസും മെറ്റീരിയൽ ഫാക്ട്സും നമ്മൾ നോട്ടീസിൻ്റെ കൂടെ എന്താണ് ഒരു സപ്പോർട്ടിംഗ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്യണം. Then effect of non-compliance. If any default is made by the company in holding the annual general meeting, അതായത് ഒരു കമ്പനി അതിൻ്റെ ആനുവൽ ജനറൽ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നതിൽ എന്തെങ്കിലും തരത്തിലുള്ളൊരു ഡിഫാൾട്ട് വരുത്തുകയാണെന്നുണ്ടെങ്കിൽ there is a power on the part of the tribunal to call the general meeting. It is on the basis of an application made by any member of the company. In such cases, the tribunal give an ancillary or consequential directions as it may think expedient. അതായത് ഒരു കമ്പനി അതിൻ്റെ ആനുവൽ ജനറൽ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാനായിട്ട് ഫെയിലിയർ വരുത്തുകയാണെന്നുണ്ടെങ്കിൽ ഒരു കമ്പനിയിലെ ഏതെങ്കിലും ഒരു മെമ്പേഴ്സിന് എന്താണ് ട്രിബ്യൂണലിനോട് എന്താണ് ആ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ഒരു റിക്വയർമെൻറ്റ് അല്ലെങ്കിൽ റിക്വസ്റ്റ് അവർക്ക് എന്താണ് പാസ് ചെയ്യാവുന്നതാണ്. ദെൻ ട്രിബ്യൂണൽ എന്താണ് ഒരു ആനുവൽ ജനറൽ മീറ്റിംഗ് എന്താണ് കോൾ ഫോർ ചെയ്യും. ദെൻ ആ ആനുവൽ ജനറൽ മീറ്റിങ്ങിൻ്റെ സപ്പോർട്ടിംഗ് ഹാൻഡായിട്ട് അല്ലെങ്കിൽ ആ ഒരു ആനുവൽ ജനറൽ മീറ്റിങ്ങിനെ ലീഡ് ചെയ്യുന്നത് ആരായിരിക്കും? ട്രിബ്യൂണൽ ആയിരിക്കും.
Then if default is made in calling the meeting according to section 96 and 97, the company and every officer of the company who is in default shall be punishable with a fine up to rupees 1 lakh and a case of continuing default a further fine which may extend to 5,000 for every day during which such default continues. അതായത് ഈവൺ ഇങ്ങനെ ഡിഫാൾട്ട് വരുത്തുന്ന ആ ഒരു കമ്പനിയുടെ എന്താണ് ലീഗലായിട്ടുള്ള ഒരു പേഴ്സൺ ഉണ്ടായിരിക്കും. അതായത് കമ്പനി മീറ്റിങ്ങിൻ്റെ അല്ലെങ്കിൽ കമ്പനിയുടെ ആനുവൽ ജനറൽ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ എന്താണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ലീഗൽ ഹയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്താണ് ഡിഫാൾട്ട് വരുത്തിയതിന് അവർക്ക് പണിഷ്മെൻ്റ് ഉണ്ടായിരിക്കും. അതായത് അറൗണ്ട് എന്താണ് 1 lakh rupeesൻ്റെ പണിഷ്മെൻ്റ് ഉണ്ടായിരിക്കും. ദെൻ എന്താണ് അവർ എത്രത്തോളം ഡിലേ ആണോ വരുത്തുന്നത് അല്ലെങ്കിൽ അവരുടെ ഡിഫാൾട്ട് കണ്ടിന്യൂ ചെയ്യുന്നതിനനുസരിച്ച് എന്താണ് ഓരോ ഡേക്കും 5,000 rupees എഗെയിൻ ഫൈൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് എഫക്റ്റ് ഓഫ് നോൺ കംപ്ലൈൻസ്. അതായത് ആനുവൽ ജനറൽ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാനായിട്ട് ഡീഫാൾട്ട് വരുത്തുകയാണെന്നുണ്ടെങ്കിൽ അതിനെന്താണ് ആക്ഷൻസ് ലീഗലായിട്ടുള്ള ആക്ഷൻസ് ഉണ്ടായിരിക്കും. ദെൻ എന്താണ് ട്രിബ്യൂണൽ ഒരു ആനുവൽ ജനറൽ മീറ്റിംഗ് എന്താണ് കോൾ ഫോർ ചെയ്യും ഫോർ അതർ മെമ്പേഴ്സ്. ദെൻ ബിസിനസ് ടു ബി ട്രാൻസാക്റ്റഡ്. അതായത് ഒരു കമ്പനിയുടെ ആനുവൽ ജനറൽ മീറ്റിങ്ങിൽ കോമൺ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ മാറ്റേഴ്സ് എന്തൊക്കെയാണ്. അപ്പോൾ ഫസ്റ്റ് അത് ഓർഡിനറി ബിസിനസ്, അതായത് നോർമൽ ആയിട്ടുള്ള കോമൺ നാച്ചർ വരുന്ന ബിസിനസ് മാറ്റേഴ്സ് ദാറ്റ് യൂഷ്വലി ഹാപ്പൺ ഇൻ ദ ഓർഡിനറി കോഴ്സ് ഓഫ് ടൈം, namely adoption of an annual account, directors report and auditors report. അതായത് ഒരു ആനുവൽ മീറ്റിങ്ങിൽ എന്താണ് നമ്മൾ ആ കമ്പനിയുടെ ആനുവൽ ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ ആനുവൽ റിട്ടേൺ, ആനുവൽ അക്കൗണ്ട്സ്, ഡയറക്ടേഴ്സിൻ്റെ റിപ്പോർട്ട്, ഓഡിറ്റ് റിപ്പോർട്ടൊക്കെ വെരിഫൈ ചെയ്യും. അതുപോലെ തന്നെ എന്താണ് ഡിക്ലെയർ ദ ഡിവിഡൻഡ് ടു എലക്ട് ദ ഡയറക്ടേഴ്സ് ഇൻ പ്ലേസ് ഓഫ് ദോസ് റിട്ടയറിംഗ് ബൈ റൊട്ടേഷൻസ്. അതായത് ഏതെങ്കിലും ഡയറക്ടേഴ്സ് എന്താണ് റിട്ടയർ ആവുന്നുണ്ടെങ്കിൽ പുതിയ ഡയറക്ടേഴ്സിനെ നമ്മൾ എന്താണ് ആ ഒരു റൊട്ടേഷൻ വഴി നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യും. ടു അപ്പോയിൻറ്റ് ഓഡിറ്റേഴ്സ് ആൻഡ് ഫിക്സ് ദെയർ റെമ്യൂണറേഷൻ. കമ്പനിയുടെ ഓഡിറ്റേഴ്സിനെ അപ്പോയിൻമെൻറ്റ് ചെയ്യുക, അവരുടെ റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യുക. ദെൻ സ്പെഷ്യൽ ബിസിനസ്, എനി അതർ ബിസിനസ് ഷെഡ്യൂൾ ടു ബി ട്രാൻസാക്റ്റഡ് അറ്റ് ദ മീറ്റിംഗ് വിൽ ബി ഡീംഡ് ടു ബി സ്പെഷ്യൽ ബിസിനസ്. എക്സാമ്പിൾ ഇൻക്രീസ് ഓഫ് ദ ഓതറൈസ്ഡ് ക്യാപിറ്റൽ ടു ആൾട്ടർ ദ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, ആൾട്ടർ മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ. അതായത് ആനുവൽ ജനറൽ മീറ്റിങ്ങിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മാറ്റേഴ്സ് എന്ന് പറയുന്നത്, അതായത് കോമൺ നാച്ചർ ഓഫ് ബിസിനസ് എന്നതിന് പകരമായിട്ട് ഇൻസ്റ്റഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മാറ്റേഴ്സ്, അതായത് കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുക അല്ലെങ്കിൽ എന്താണ് കമ്പനിയുടെ ആർട്ടിക്കിൾസിലോ മെമ്മോറണ്ടത്തിലോ ആൾട്ടറേഷൻ വരുത്തുക തുടങ്ങിയിട്ടുള്ള സ്പെഷ്യൽ നാച്ചർ ആയിട്ടുള്ള മാറ്റേഴ്സും എന്താണ് ഈവൺ ഒരു കമ്പനിയുടെ ആനുവൽ ജനറൽ മീറ്റിങ്ങിൽ എന്താണ് നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ദെൻ സെക്രട്ടറീസ് ഡ്യൂട്ടീസ് ഇൻ കണക്ഷൻ വിത്ത് ജനറൽ മീറ്റിംഗ്. അതായത് ഒരു ജനറൽ മീറ്റിങ്ങിന് ഒരു സെക്രട്ടറിക്ക് ഉണ്ടാവേണ്ട എന്താണ് ഡ്യൂട്ടീസ് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഒരു സെക്രട്ടറീസിൻ്റെ ഡ്യൂട്ടീസിനെ നമ്മൾ എന്താണ് അതിനെ നമ്മൾ 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. മീറ്റിങ്ങിൻ്റെ മുമ്പുള്ള ഡ്യൂട്ടീസ്, അതുപോലെ അറ്റ് ദ മീറ്റിംഗ്, ദെൻ ആഫ്റ്റർ ദ മീറ്റിംഗ്. അതായത് സെക്രട്ടറീസിൻ്റെ ഡ്യൂട്ടീസ് ഇൻ കണക്ഷൻ വിത്ത് ആനുവൽ ജനറൽ മീറ്റിംഗ്. അപ്പോൾ ഒരു മീറ്റിങ്ങിൻ്റെ മുന്നായിട്ട് എന്തൊക്കെയാണ് ഒരു സെക്രട്ടറിയുടെ റോള് അല്ലെങ്കിൽ എന്താണ് ഡ്യൂട്ടീസ് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ എൻഷ്യൂർ ദാറ്റ് ദ ഫൈനൽ അക്കൗണ്ട്സ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്സ് ആർ റെഡി. അതായത് കമ്പനിയുടെ എന്താണ് ഓർഡിനറി ബിസിനസ് ആയിട്ട് നമ്മൾ കമ്പനിയുടെ ബിസിനസ് അക്കൗണ്ട്സ് എന്താണ് ആ ഒരു ആനുവൽ ജനറൽ മീറ്റിങ്ങിൽ സബ്മിറ്റ് ചെയ്യണം. സോ ആ ഒരു ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും എല്ലാം എന്താണ് പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് അല്ലേ എന്നുള്ളത് എന്താണ് എൻഷ്യൂർ ചെയ്യണം. ദ ബാലൻസ് ഷീറ്റ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വിൽ ബി സബ്മിറ്റഡ് ടു ദ ബോർഡ് മീറ്റിംഗ് ഫോർ കൺസിഡറേഷൻ ആൻഡ് അപ്രൂവൽ. അതെന്താണ് ബോർഡ് മീറ്റിങ്ങിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യണതിന് മുന്നേ എന്താണ് അതിൻ്റെ വെരിഫിക്കേഷൻ എന്താണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ കയ്യിൽ നിന്ന് എന്താണ് നമ്മളത് അക്യൂർ ചെയ്യണം. Then the duly authenticated balance sheet and profit and loss account be submitted to the statutory auditors of the company for their auditing of the annual accounts. അതായത് കമ്പനിയുടെ എന്താണ് ഡ്യൂലി ആയിട്ടുള്ള ഓതൻറ്റിക്കേറ്റഡ് ആയിട്ടുള്ള ബാലൻസ് ഷീറ്റ് നമ്മൾ എന്താണ് കമ്പനിയുടെ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്ററുടെ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് അത് സബ്മിറ്റ് ചെയ്യണം. The secretary will prepare in consultation with the chairman a draft of annual report of the director and chairman's speech. അതായത് കമ്പനിയുടെ ചെയർമാനുമായിട്ട് എന്താണ് സെക്രട്ടറി കൺസൾട്ട് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ് കമ്പനിയുടെ ആനുവൽ റിപ്പോർട്ടിൻ്റെ ഒരു ഡ്രാഫ്റ്റ് റിസീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ എന്താണ്
ചെയർമാൻ്റെ സ്പീച്ചിൻ്റെയും അല്ലെങ്കിൽ എന്താണ് കമ്പനിയുടെ ആനുവൽ റിപ്പോർട്ടിൻ്റെ ഒരു ഡ്രാഫ്റ്റ്, അതായത് ഒരു കരട് രേഖ നമ്മൾ എന്താണ് അക്യൂർ ചെയ്യേണ്ടതായിട്ടുണ്ട്. Then the secretary must issue notice to the shareholders, directors, auditors and stock exchange at least 21 days before the date of meeting. അതായത് മീറ്റിങ്ങിൻ്റെ മുന്നായിട്ട് എന്താണ് വിത്തിൻ 21 ഡേയ്സിൻ്റെ ഉള്ളിൽ എന്താണ് കമ്പനിയുടെ ആനുവൽ ജനറൽ മീറ്റിങ്ങിൻ്റെ നോട്ടീസ് ഷെയർ ഹോൾഡേഴ്സിനും മെമ്പേഴ്സിനും ഡയറക്ടേഴ്സിനും എന്താണ് കമ്പനി സെക്രട്ടറി അത് ഷെയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ മസ്റ്റ് പ്രിപ്പയർ എ ലിസ്റ്റ് ഓഫ് വാലിഡ് പ്രോക്സീസ് വിച്ച് ആർ റിസീവ്ഡ് 48 hours ബിഫോർ ദ ടൈം ഓഫ് ഹോൾഡിംഗ് എ മീറ്റിംഗ് ആൻഡ് പ്രിപ്പയർ എ സെപ്പറേറ്റ് അറ്റൻഡൻസ് രജിസ്റ്റർ ഫോർ സച്ച് വാലിഡ് പ്രോസീസ്. അതായത് ഈ പ്രോസീസ് എന്ന് പറഞ്ഞാൽ ചില മെമ്പേഴ്സിന് പകരമായിട്ട് ആൾട്ടർനേറ്റീവായിട്ട് അവർ ഏർപ്പാടാക്കുന്ന ഏജൻ്റ് ആയിരിക്കും എന്താണ് മീറ്റിങ്ങിന് പ്രസൻ്റ് ആവുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചില മെമ്പേഴ്സ് എന്താണ് ഓൾറെഡി എന്താണ് കമ്പനീനെ എന്താണ് അറിയിക്കും, ഇൻഫോം ചെയ്യും അവർക്ക് ആ ഒരു മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ ഇൻസ്റ്റെഡ് അവർക്ക് പകരമായിട്ട് മറ്റൊരു മെമ്പർ ആ ഒരു മീറ്റിങ്ങിൽ പ്രസൻറ്റ് ആവും എന്നുള്ളത്. അപ്പോൾ അവരെയാണ് നമ്മൾ പ്രോസീസ് എന്ന് പറയുന്നത്. സോ ആ പ്രോസീസിൻ്റെ ലിസ്റ്റ് എന്താണ് സെക്രട്ടറി അത് എൻഷുർ ചെയ്യണം അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യണം. അതുപോലെ ആ ഒരു പ്രോസീസിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു അറ്റൻഡൻസ് രജിസ്റ്ററും എന്താണ് കീപ്പ് ചെയ്യണം. In consultation with the chairman or the managing director, prepare a detailed agenda for the meeting. അതായത് മീറ്റിങ്ങിൽ ഡിസ്കസ് ചെയ്യേണ്ട മാറ്റേഴ്സിനെ പറ്റിയിട്ട് എന്താണ് ഡീറ്റെയിൽഡ് പ്ലാൻ എന്താണ് സെക്രട്ടറി ക്രിയേറ്റ് ചെയ്യണം ബൈ കൺസൾട്ടിങ് ഓർ ബൈ ഡിസ്കസിങ് വിത്ത് ദ ചെയർമാൻ ഓർ ദ MD. Then make necessary arrangements for poll including preparation of voting papers. അതായത് കമ്പനിയിൽ എടുക്കുന്ന ഡിസിഷൻസ് എന്താണ് നമ്മളൊരു വോട്ടിംഗ് വഴിയാണ് അത് പാസ് ചെയ്യുക. സോ വോട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള എല്ലാ അറേഞ്ച്മെൻറ്റ്സും എന്താണ് എൻഷുർ ചെയ്യുക. ദെൻ ഹി വിൽ പ്രിപ്പയർ ഡിവിഡൻഡ് ലിസ്റ്റ് ഫ്രം ദ രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ് ഓൺ ആൻഡ് ഫ്രം ദ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ദ ക്ലോഷർ ഓഫ് ദ രജിസ്റ്റർ ആൻഡ് ദ ഷെയർ ട്രാൻസ്ഫർ ബുക്ക്. അതായത് ഇനി എത്രത്തോളം ഡിവിഡൻ്റാണ് ഡിക്ലെയർ ചെയ്യാനുള്ളത്, അറ്റ് പ്രസൻറ്റ് എത്രത്തോളം ഡിവിഡൻ്റാണ് മെമ്പേഴ്സിന് കൊടുത്തിട്ടുള്ളത് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്താണ് കമ്പനിയുടെ ഷെയർ ബുക്കിൽ അല്ലെങ്കിൽ ഷെയർ ട്രാൻസ്ഫർ ബുക്കിൽ നിന്ന് എന്താണ് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യണം. അപ്പോൾ ഇതാണ് ബിഫോർ ദ മീറ്റിങ്ങിൽ എന്താണ് ഒരു സെക്രട്ടറിയുടെ ഡ്യൂട്ടീസ്. ദെൻ അറ്റ് ദ മീറ്റിംഗ് ഒക്കേഷനിലുള്ള ഒരു സെക്രട്ടറിയുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ടു ഗെറ്റ് ദ അറ്റൻഡൻസ് രജിസ്റ്റർ സൈൻഡ് ബൈ ദ ഷെയർ ഹോൾഡേഴ്സ് എല്ലാം സൈൻ ചെയ്തൊരു അറ്റൻഡൻസ് രജിസ്റ്റർ കിട്ടാനുള്ള ആ ഒരു ഡ്യൂട്ടി റൈറ്റ് അല്ലെങ്കിൽ എന്താണ് ആ ഒരു പവർ സെക്രട്ടറിക്ക് ഉണ്ട്. ടു ഹെൽപ്പ് ദ ചെയർമാൻ ഇൻ അസർട്ടൈനിങ് ദ കോറം. അതായത് മീറ്റിങ്ങിൽ മിനിമം നമ്പർ ഓഫ് പേഴ്സൺസ് പ്രസൻ്റ് ആയിട്ടുള്ളോ എന്നുള്ളത് എന്താണ് ചെയർമാൻ വഴി എന്താണ് ആ ഒരു ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാം. ടു റീഡ് ദ നോട്ടീസ് ഓഫ് ദ മീറ്റിംഗ് വിത്ത് ദ പെർമിഷൻ ഓഫ് ദ ചെയർമാൻ്റെ പെർമിഷനോട് കൂടി മീറ്റിങ്ങിൽ എന്താണ് മീറ്റിങ്ങിൻ്റെ നോട്ടീസ് ആ ഒരു ഒക്കേഷനിൽ റീഡ് ചെയ്യാം. ടു റീഡ് ദ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് ആൻഡ് ഓൾസോ റീഡ് ദ ഡയറക്ടേഴ്സ് റിപ്പോർട്ട് അൺലെസ് ഇറ്റ് ഈസ് ടേക്കൺ ആസ് റീഡ്. അതായത് ഓഡിറ്റേഴ്സിൻ്റെയും അതുപോലെ തന്നെ എന്താണ് ഡയറക്ടേഴ്സിൻ്റെ റിപ്പോർട്ടൊക്കെ എന്താണ് ആ ഒരു മീറ്റിംഗ് ഒക്കേഷനിൽ റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് അത് റീഡ് ചെയ്യാനുള്ള ആ ഒരു റോള് അല്ലെങ്കിൽ പവർ എന്താണ് സെക്രട്ടറിക്ക് ഉണ്ട്. ദെൻ അതുപോലെ എന്താണ് ടു ഹെൽപ്പ് ദ ചെയർമാൻ ഇൻ ദ കണ്ടക്ട് ഓഫ് ദ മീറ്റിംഗ് ഇൻക്ലൂഡിങ് കണ്ടക്ട് ഓഫ് പോൾ, കൗണ്ടിങ് ഓഫ് വോട്ട് എക്സെട്ര. അതായത് ചെയർമാൻ എന്താണ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുമ്പോൾ വോട്ടിംഗ് വരുന്നുണ്ടെങ്കിൽ ആ ഒരു വോട്ടിംഗ് കണ്ടക്ട് ചെയ്യാൻ എന്താണ് ചെയർമാനെ അസിസ്റ്റ് ചെയ്യുക. അതുപോലെ ടു സപ്ലൈറ്റ് ദ ചെയർമാൻ എനി ഇൻഫോർമേഷൻ വിച്ച് ഹി മേ ബി റിക്കോർഡ് ഇൻ കണക്ഷൻ വിത്ത് മാറ്റേഴ്സ് റേസ്ഡ് ഇൻ ദ മീറ്റിംഗ്. അതായത് മീറ്റിങ്ങിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റേഴ്സ് മറ്റ് മെമ്പേഴ്സൊക്കെ എന്താണ് പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒഫൻസസ് ഒക്കെ മീറ്റിങ്ങിൽ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് എന്താണ് ചെയർമാനുമായിട്ട് എന്താണ് ഡിസ്കസ് ചെയ്യുക അല്ലെങ്കിൽ ചെയർമാനോട് അത് ഇൻഫോം ചെയ്യാനുള്ളൊരു ഡ്യൂട്ടി എന്താണ് സെക്രട്ടറിക്ക് ഉണ്ട്. ദെൻ ആഫ്റ്റർ ദ മീറ്റിംഗ് അതായത് ആഫ്റ്റർ ദ മീറ്റിംഗ് ഒരു സെക്രട്ടറിക്കുള്ള മെയിൻ ഡ്യൂട്ടീസ് ഫസ്റ്റ് ഓഫ് ഓൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എന്താണ് ടു പ്രിപ്പയർ ദ മിനിറ്റ്സ് ഓഫ് ദ പ്രൊസീഡിങ്സ്. അതായത് മീറ്റിങ്ങിൽ കണ്ടക്ട് ചെയ്തിട്ട് എന്തൊക്കെ ഡിസിഷൻസ് ആണ് എടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ കമ്പനീസ് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള പോളിസീസ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഏതൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്താണ് കമ്പനിയുടെ മിനിറ്റ്സിൽ എന്താണ് അത് റെക്കോർഡ് ചെയ്യണം. ടു ഗെറ്റ് ദ മിനിറ്റ്സ് ഓഫ് ദ meeting approved by the chairman and get them signed by him within 30 days of the meeting. അതായത് കമ്പനിയുടെ എന്താണ്
മീറ്റിംഗ് കണ്ടക്ട് ചെയ്തിട്ട് വിത്തിൻ 30 ഡേയ്സിൽ, അതായത് വിത്തിൻ 30 ദിവസത്തിനുള്ളിൽ ആ കമ്പനിയുടെ മിനിറ്റ്സ് ബുക്ക് എന്താണ് ചെയർമാൻ്റെ സൈനോട് കൂടി എന്താണ് വെരിഫൈ ചെയ്ത് കിട്ടാനുള്ള ആ ഒരു ഡ്യൂട്ടി അല്ലെങ്കിൽ ആ ഒരു റൈറ്റ് എന്താണ് സെക്രട്ടറിക്ക് ഉണ്ട്. ടു സെൻഡ് ഇൻറ്റിമേഷൻ ഓഫ് ദ അപ്പോയിൻമെൻറ്റ് ഓർ റീ അപ്പോയിൻമെൻറ്റ് ടു ദ ഡയറക്ടേഴ്സ് ആൻഡ് ഓഡിറ്റേഴ്സ്. അതായത് ഡയറക്ടേഴ്സിൻ്റെയും ഓഡിറ്റേഴ്സിൻ്റെയും റീ അപ്പോയിൻമെൻറ്റ് അല്ലെങ്കിൽ എന്താണ് അവരുടെ അപ്പോയിൻമെൻറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഇൻറ്റിമേഷൻസ് സെൻഡ് ചെയ്യുക. Then to file with the registrar of companies within 30 days of the meeting the copies of the balance sheet, profit and loss account, special resolutions and resolutions adopted unanimous. അതായത് കമ്പനി മീറ്റിംഗ് വഴി കമ്പനി പ്രസൻറ്റ് ചെയ്തിട്ടുള്ള എല്ലാ സ്റ്റേറ്റ്മെൻറ്റിൻ്റെയും റിപ്പോർട്ടും കോപ്പി എന്താണ് രജിസ്ട്രാർക്ക് ഫയൽ ചെയ്യാനുള്ള ഒരു ഡ്യൂട്ടി. Then to open a separate bank account known as dividend account for the year in a scheduled bank and deposit the total amount of dividend payable. അതായത് ആനുവൽ ജനറൽ മീറ്റിംഗ് കണ്ടക്ട് ചെയ്തതിന് ശേഷം എന്താണ് ഡിവിഡൻഡ് പേ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ഷെഡ്യൂൾഡ് ബാങ്കിൽ ഒരു ഡിവിഡൻഡ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. അതായത് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ബാങ്ക് അക്കൗണ്ട്, അതായത് ഡിവിഡൻഡ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. ടു സെറ്റ് ദ ഡിവിഡൻഡ് വാറൻറ്റ് ആൻഡ് ടു ദ ടാക്സ് ഡിഡക്ഷൻ സർട്ടിഫിക്കറ്റ് സൈൻഡ് ബൈ ദ ഓതറൈസ്ഡ് പേഴ്സൺസ്. അതായത് ഡിവിഡൻഡ് ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റേഴ്സിൽ എന്താണ് അതിൻ്റെ സർട്ടിഫിക്കറ്റ്സ് അതിൻ്റെ ക്ലെയിംസ് ഉണ്ടെങ്കിൽ എന്താണ് അത് ഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസിൻ്റെ സിഗ്നേച്ചറോട് കൂടി എന്താണ് സെറ്റ് ഓഫ് ചെയ്യണം. അതുപോലെ ഡെസ്പാച്ച് ഡിവിഡൻഡ് വാറൻറ്റ്സ് ടുഗെദർ വിത്ത് ദ ടാക്സ് ഡിഡക്ഷൻ സർട്ടിഫിക്കറ്റ് ടു ദ ഷെയർ ഹോൾഡേഴ്സ് വിത്തിൻ 30 days ഓഫ് ദ ഡിക്ലറേഷൻ. അതായത് ഷെയർ ഹോൾഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവരുടെ ഡിവിഡൻഡിൽ നിന്ന് അവരുടെ ടാക്സിൻ്റെ ഡിഡക്റ്റ് ചെയ്തതിന് ശേഷമുള്ള ഡിവിഡൻഡ് എന്താണ് നമ്മളത് ഡിക്ലെയർ ചെയ്യേണ്ടതായിട്ടുണ്ട് വിത്തിൻ 30 days. To pay income tax deducted from dividend within 7 days to the concerned tax officer. അതായത് കമ്പനീസിലെ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കിട്ടുമ്പോൾ അതിൻ്റെ മേലെ ടാക്സ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ TDS പിടിച്ചുകൊണ്ടുള്ള എമൗണ്ടാണ് നമ്മൾ ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കുക. സോ ആ ഒരു TDS കുറച്ചിട്ടുള്ള അപ്പോൾ TDSൻ്റെ എമൗണ്ട് നമ്മൾ ടാക്സ് ഓഫീസർക്ക് എന്താണ് കൺസേൺഡ് ടാക്സ് ഓഫീസർക്ക് നമ്മൾ പേ ചെയ്യണം. അതുപോലെ ടു ഫയൽ ദ ആനുവൽ റിട്ടേൺ ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് ഫോം വിത്ത് ദ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് വിത്തിൻ 60 days ഓഫ് ദ മീറ്റിംഗ്. അതായത് രജിസ്ട്രാറുടെ ഇടയിൽ എന്താണ് ഒരു ആനുവൽ റിട്ടേൺ, അതായത് കമ്പനിയുടെ ആനുവൽ റിട്ടേണിൻ്റെ ഒരു രജിസ്ട്രാർ പ്രിസ്ക്രൈബ് ചെയ്ത ഫോർമാറ്റിൽ കമ്പനിയുടെ ആനുവൽ റിട്ടേണിൻ്റെ ഒരു ഫയൽ എന്താണ് സബ്മിറ്റ് ചെയ്യണം. എത്ര ഡേയ്സിനുള്ളിലാണ് ആനുവൽ ജനറൽ മീറ്റിംഗ് കണ്ടക്ട് ചെയ്തിട്ട് വിത്തിൻ 60 daysൻ്റെ ഉള്ളിൽ ഒരു ആനുവൽ റിട്ടേൺ എന്താണ് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് മീറ്റിംഗ് ആണ് എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ്. അതായത് നെക്സ്റ്റ് ടൈപ്പ് ഓഫ് മീറ്റിംഗ് ആണ് എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ്. അപ്പോൾ അതിൻ്റെ സെക്ഷന് വിട്ടു പോയിട്ടുണ്ട്. സെക്ഷന് 100 ആണ്. സെക്ഷൻ 100ലാണ് എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് എന്താണെന്നുള്ളത് മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ അതിൽ എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ആൾ ജനറൽ മീറ്റിംഗ് ഓഫ് ദ കമ്പനി അതർ ദാൻ ആനുവൽ ജനറൽ മീറ്റിംഗ് ആർ കോൾഡ് എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ്. ജനറൽ മീറ്റിംഗ് അല്ലാതെ എന്താണ് കമ്പനി കണ്ടക്ട് ചെയ്യുന്ന, അതായത് ആനുവൽ ജനറൽ മീറ്റിംഗ് അല്ലാതെ ഒരു കമ്പനി കണ്ടക്ട് ചെയ്യുന്ന മീറ്റിങ്ങിനെയാണ് നമ്മൾ എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് എന്ന് പറയുന്നത്. Then it is a general meeting which is held between two annual general meeting. അതായത് 2 ആനുവൽ ജനറൽ മീറ്റിങ്ങിൻ്റെ ഉള്ളിൽ ഇൻ്ററിമായിട്ട് നമ്മൾ അതിൻ്റെ 2 ആനുവൽ ജനറൽ മീറ്റിങ്ങിൻ്റെ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ നമ്മൾ നടത്തുന്ന മീറ്റിംഗാണ് എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ്. ഇറ്റ് ഈസ് കണ്ടക്റ്റഡ് ടു ഡിസ്കസ് എനി പെർട്ടിക്കുലർ മാറ്റർ ഓഫ് അർജൻറ്റ് ഇമ്പോർട്ടൻസ് ടു ദ കമ്പനി. അതായത് കമ്പനിക്ക് അർജൻറ്റ്ലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പെർട്ടിക്കുലർ മാറ്റേഴ്സ് ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്താണ് കമ്പനി എക്സ്ട്രാ ഓർഡിനറി ആനുവൽ ജനറൽ മീറ്റിംഗ് അല്ലെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത്. ടു ട്രാൻസാക്ട് സർട്ടൻ ബിസിനസ് വിച്ച് ക്യാനോട്ട് ബി പോസ്റ്റ്പോൺ ടു ദ നെക്സ്റ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ്. അതായത് നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റാത്ത ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്പെഷ്യൽ ആയിട്ടുള്ള മാറ്റേഴ്സ് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യം നെസസറി ആണെങ്കിലാണ് ഒരു കമ്പനി എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് എന്താണ് കണ്ടക്ട് ചെയ്യുക. ദെൻ എക്സ്ട്രാ ഓർഡിനറി മീറ്റിംഗ് മേ ബി കോൾഡ് ഇൻ ഫോളോവിങ് വേസ്. അതായത് ഒരു കമ്പനി എങ്ങനെയൊക്കെയാണ് എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് കോൾ ഫോർ ചെയ്യുക എന്നുള്ളത് നോക്കാം. ബൈ ഡയറക്ടേഴ്സ്. റെഗുലേഷൻ 43 ഓഫ് ടേബിൾ F പ്രൊവൈഡ്സ് ദാറ്റ് ദ ഡയറക്ടേഴ്സ് മേ കൺവെയിൻ ആൻ എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ്. അതായത് കമ്പനീസ് ആക്ടിൽ റെഗുലേഷൻ 43
ടേബിൾ എഫ് പ്രകാരം എന്താണ് ഡയറക്ടേഴ്സിന് വേണമെങ്കിൽ എന്താണ് ഒരു എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് എന്താണ് കോൾ ഫോർ ചെയ്യാവുന്നതാണ്. ദെൻ ബൈ ഡയറക്ടേഴ്സ് ഓൺ റിക്വസ്റ്റ് ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിൻ്റെ റിക്വസ്റ്റ് പ്രകാരം വേണമെന്നുണ്ടെങ്കിൽ ഡയറക്ടേഴ്സിന് എന്താണ് ഒരു എക്സ്ട്രാ ഓർഡിനറി മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാവുന്നതാണ്. ദ മെമ്പേഴ്സ് ആൾസോ മേ കമ്പൽ ദ ഡയറക്ടേഴ്സ് ടു കോൾ ആൻ എക്സ്ട്രാ ഓർഡിനറി മീറ്റിംഗ്. ദ റിക്വസിഷൻ ഫോർ കോളിംഗ് സച്ച് മീറ്റിംഗ് മസ്റ്റ് ബി സൈൻഡ് ബൈ അറ്റ്ലീസ്റ്റ് 1/10 ഓഫ് ദ ഹോൾഡേഴ്സ് ഓഫ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഹാവിംഗ് റൈറ്റ് ടു വോട്ട്. അതായത് ചില മെമ്പേഴ്സ് എന്താണ് അവർക്കൊരു മീറ്റിംഗ് വേണം എന്നുള്ളത് എന്താണ് ചിലപ്പോൾ അവർ കമ്പൽസറി ചെയ്യിപ്പിക്കാം. ദെൻ അതുപോലെ ആ ഒരു സിറ്റുവേഷനിൽ എന്താണ് കമ്പനീസിൻ്റെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ അറ്റ്ലീസ്റ്റ് 1/10 അതായത് 1/10 ഷെയർ ഹോൾഡേഴ്സ് പെയ്ഡ് അപ്പ് ക്യാപിറ്റലിൻ്റെ 1/10 ഉള്ള ഷെയർ ഹോൾഡേഴ്സ് എന്താണ് ആ ഒരു മെമ്പേഴ്സിൻ്റെ ആ ഒരു ഡിസിഷനോട് അല്ലെങ്കിൽ ആ ഒരു അവരുടെ ഒപ്പീനിയനോട് എന്താണ് അവർ സപ്പോർട്ട് ചെയ്യണം. Then if the company has no share capital, the requisition must be signed by members having at least 1/10 of the total voting power of all members having a right to vote. അതായത് ഇപ്പോൾ ഈവൻ ഷെയർ ക്യാപിറ്റൽ ഇല്ലാത്തൊരു കമ്പനീനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മെമ്പേഴ്സ് ഒരു ജനറൽ മീറ്റിങ്ങിന് വേണ്ടിയിട്ടൊരു ആവശ്യം ഉന്നയിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ വോട്ടിംഗ് പവറുള്ള 1/10 മെമ്പേഴ്സ് എന്താണ് അതിനെ ആ ഒരു റിക്വസ്റ്റിനെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതായത് ഷെയർ ക്യാപിറ്റൽ ഇല്ലാത്തൊരു കമ്പനിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വോട്ടിംഗ് പവേഴ്സ് ഹാൻഡിൽ ചെയ്യുന്ന 1/10 മെമ്പേഴ്സ് എന്താണ് ആ ഒരു മെമ്പേഴ്സിൻ്റെ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാനുള്ള ആ ഒരു റിക്വയർമെൻറ്റിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. Then the requisition made shall include the matters for which the meeting is to be called and shall be signed by the requisitionist and sent to the registered office of the company. അതായത് മീറ്റിങ്ങിൽ എന്ത് മാറ്റേഴ്സാണ് ആ ഒരു എക്സ്ട്രാ ഓർഡിനറി മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മെമ്പേഴ്സ് ഒരു റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ ആ ഒരു മീറ്റിങ്ങിൻ്റെ മാറ്റേഴ്സ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ എന്താണ് അതിൽ വെരിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ എന്താണ് ഷാൽ ബി സൈൻഡ് ബൈ ദ റിക്വസിഷൻസ്റ്റ്, അതായത് ഏതൊക്കെ മെമ്പേഴ്സാണ് ആ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യണം എന്നുള്ള റിക്വസ്റ്റ് പറഞ്ഞിട്ടുള്ളത് അവരത് സൈൻ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ എന്താണ് കമ്പനിയുടെ രജിസ്ട്രേഡ് ഓഫീസിലേക്ക് ആ ഒരു റിക്വസ്റ്റ് എന്താണ് പാസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ദെൻ ബൈ റിക്വസിഷൻ ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. ദെൻ ഷെയർ ഹോൾഡേഴ്സിൻ്റെ റിക്വസിഷൻ വഴി വേണമെങ്കിൽ എന്താണ് ഒരു എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാം. ഇഫ് ദ ബോർഡ് ഡസൻറ്റ് വിത്തിൻ 21 days ഫ്രം ദ ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് എ വാലിഡ് റിക്വസിഷൻ പ്രൊസീഡ് ടു കോൾ എ മീറ്റിംഗ് ഓൺ എ ഡേ നോട്ട് ലേറ്റർ ദാൻ 45 days ഫ്രം ദ ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് സച്ച് റിക്വസിഷൻ ദ റിക്വസിഷൻസ് മേ ദംസെൽസ് പ്രൊസീഡ് ടു കോൾ ദ മീറ്റിംഗ്. അതായത് ഇപ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് എന്താണ് ഒരു ജനറൽ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാനുള്ള റിക്വസ്റ്റ് എന്താണ് ഷെയർ ഹോൾഡേഴ്സ് സബ്മിറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. ആ ഒരു റിക്വസ്റ്റ് കിട്ടിയിട്ടും വിത്തിൻ 21 daysലും എന്താണ് ആ ഒരു റിക്വസ്റ്റിൻ്റെ മേലെയുള്ള പ്രൊസീഡിങ്സ് എന്താണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഹാൻഡിൽ ചെയ്യുന്നില്ല. അതായത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഒരു റിക്വസ്റ്റ് കിട്ടി എന്താണ് ഒരു എക്സ്ട്രാ ഓർഡിനറി മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാനുള്ളത്. ദെൻ ആ ഒരു റിക്വസ്റ്റ് കിട്ടിയിട്ടും ആ റിക്വസ്റ്റിൻ്റെ മേലെ യാതൊരു തരത്തിലുള്ള പ്രൊസീഡിങ്സും എന്താണ് ഹാൻഡ് ഓവർ ചെയ്യുന്നില്ല. ദെൻ എന്താണ് നോട്ട് ലേറ്റർ ദാൻ 45 days ഫ്രം ദ ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് സച്ച് റിക്വസിഷൻ. ദെൻ എന്താണ് ആ ഒരു 21 ദിവസം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ദെൻ എന്താണ് ലേറ്റർ 45 daysൻ്റെ ഉള്ളിൽ എന്താണ് വേണമെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് എന്താണ് അവർക്ക് സ്വന്തമായിട്ടൊരു മീറ്റിംഗ് വളണ്ടറിലി കണ്ടക്ട് ചെയ്യാം. അതായത് 21 days ആയിട്ട് മീറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് കൊടുത്തു, പക്ഷേ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നില്ല. ദെൻ 21 ദിവസം കഴിഞ്ഞതിന് ശേഷം എന്താണ് വിത്തിൻ 45 daysൻ്റെ ആ റിക്വസ്റ്റ് കൊടുത്തിട്ട് 45 ദിവസത്തിനുള്ളിൽ എന്താണ് ഷെയർ ഹോൾഡേഴ്സിന് ദംസെൽസ് ആയിട്ട് ആ ഒരു മീറ്റിംഗ് ക്യാരി ഫോർവേഡ് ചെയ്യാം. ദെൻ ക്യാൻ ക്ലെയിം നെസസറി എക്സ്പെൻസസ് ഫ്രം ദ കമ്പനി. ആ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാനായിട്ട് എന്തെങ്കിലും എക്സ്പെൻസസ് വന്നിട്ടുണ്ടെങ്കിൽ അതും എന്താണ് ഷെയർ ഹോൾഡേഴ്സിന് ക്ലെയിം ചെയ്യാവുന്നതാണ്. ബട്ട് ദ മീറ്റിംഗ് മസ്റ്റ് ബി കോൾഡ് ബിഫോർ ദ എക്സ്പയറി ഓഫ് 3 months ഫ്രം ദ ഡേറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഓഫ് റിക്വസിഷൻ. അതായത് കമ്പനിയുടെ ആ ഒരു റിക്വസ്റ്റ് കൊടുത്തതിന് ശേഷം എന്താണ് അതായത് കമ്പനിയുടെ കയ്യിൽ അതായത് ബോർഡിൻ്റെ കയ്യിൽ ആ ഒരു മീറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് കൊടുത്തിട്ട് വിത്തിൻ 3 monthsൻ്റെ ഉള്ളിൽ അവർ സ്വന്തമായിട്ടൊരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്താൽ മാത്രമേ എന്താണ് കമ്പനിയുടെ കയ്യിൽ നിന്ന് ആ ഒരു മീറ്റിങ്ങിന് വന്നിട്ടുള്ള എക്സ്പെൻസസ് എന്താണ് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അതായത് റിക്വസ്റ്റ് കൊടുത്തിട്ട് 3 മാസത്തിനുള്ളിൽ മീറ്റിംഗ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് കമ്പനിയുടെ അക്കൗണ്ടിൽ നിന്ന് നമുക്ക് ആ ഒരു മീറ്റിങ്ങിൻ്റെ എമൗണ്ട് എന്താണ് ക്ലെയിം ചെയ്യാനായിട്ട് പോസിബിൾ ആകുന്നുള്ളൂ. ദെൻ
നാലാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ബൈ ദ ട്രിബ്യൂണലാണ്. ഇഫ് ഡ്യൂ ടു എനി റീസൺ ഇറ്റ് ഈസ് practicable to hold such a meeting, the tribunal may order to call such a meeting either on its own initiative or on the application of any director or any member of the company who is entitled to vote at the meeting. In this case, one member of the company present in the person or by proxy shall be deemed to be constitute a meeting. അതായത് എന്തെങ്കിലും ഒരു റീസൺ കൊണ്ട് എന്താണ് ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളത് ഇംപ്രാക്ടിക്കൽ ആവുകയാണെന്നുണ്ടെങ്കിൽ അത്തരം സിറ്റുവേഷനിൽ എന്താണ് ട്രിബ്യൂണലിന് വേണമെങ്കിൽ ഒരു എക്സ്ട്രാ ഓർഡിനറി മീറ്റിംഗ് എന്താണ് കോൾ ഫോർ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ സ്വന്തം അതായത് ട്രിബ്യൂണലിന് തോന്നുകയാണ് ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യണം എന്നുള്ളത് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്വന്തം ഇനീഷ്യേറ്റീവോട് കൂടി ഒരു കമ്പനിയുടെ മീറ്റിംഗ് കോൾ ഫോർ ചെയ്യാം. അല്ലെങ്കിൽ അതർവൈസ് എന്താണ് കമ്പനീസിലുള്ള ഡയറക്ടേഴ്സിൻ്റെ മെമ്പേഴ്സിൻ്റെ ഒരു ആപ്ലിക്കേഷൻ വഴി എന്താണ് ട്രിബ്യൂണലിന് സ്വന്തമായിട്ട് എന്താണ് ഒരു കമ്പനിയുടെ മീറ്റിംഗ് കോൾ ഫോർ ചെയ്യാം. അങ്ങനെ കോൾ ഫോർ ചെയ്യുന്ന മീറ്റിങ്ങിൽ എന്താണ് കമ്പനിയിലെ ഏതെങ്കിലും ഒരു മെമ്പർ എന്താണ് മെമ്പർ പ്രസൻറ്റ് ചെയ്യാൻ മതി. അല്ലെങ്കിൽ എന്താണ് ഏതെങ്കിലും ഒരു മെമ്പറിൻ്റെ പ്രോക്സി, അതായത് ആ ഒരു മെമ്പർക്ക് ഇൻസ്റ്റഡ് ആയിട്ട് ഏതെങ്കിലും ഒരു പേഴ്സൺ എന്താണ് ആ ഒരു മീറ്റിങ്ങിൽ പ്രസൻ്റ് ആയാൽ മതി. അപ്പോൾ ഇതാണ് എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ്. എങ്ങനെയാണ് എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് കോൾ ഫോർ ചെയ്യുക എന്നുള്ളതിൻ്റെ സിറ്റുവേഷൻസ്.